എല്ലാവർക്കും നമസ്കാരം. ദ കേരള സ്റ്റോറി 2 ഈ ഫിലിമിനെ തന്നെ ആസ്പദമാക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇത് എൻ്റെ മൂന്നാമത്തെ വീഡിയോയാണ്. 2 വീഡിയോ ഓൾറെഡി ഇട്ടിരുന്നു. ഇത് മൂന്നാമത്തത്. പടം റിലീസായിട്ടില്ല. പടം റിലീസാവുന്നത് ഈ മാസം 27-ാം തീയതിയാണ്, ഫെബ്രുവരി 27-ാം തീയതി. അതിനു മുമ്പ് തന്നെ ഗംഭീര ചർച്ചയാണ് ഈ പടത്തെ കുറിച്ചിട്ട്, അനുകൂലിച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും എല്ലാം. ആ പടത്തിന്റെ ട്രെയിലർ മാത്രമേ പുറത്തു വന്നുള്ളൂ. ട്രെയിലറിനെ ആസ്പദമാക്കി അതിലെന്തോ ഒരു ബീഫിന്റെ എന്തോ ഒരു സീനുണ്ട്. ബലം പ്രയോഗിച്ച് ബീഫ് ഒരു സ്ത്രീയുടെ വായിൽ കൊടുക്കുന്ന ഒരു സീനുണ്ട് എന്നൊക്കെ ഉണ്ട്. അതിനെതിരെ കേരളത്തിലെ ക്യാമ്പസുകളിൽ സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI ചൂട് പൊറോട്ടയും ബീഫും നൽകി പ്രതിഷേധിക്കുന്നു. അതിന്റെ ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ രാത്രിയാണ് കാണാൻ കഴിഞ്ഞത്. SFIയുടെ ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് ചൂട് പൊറോട്ടയും ബീഫും നൽകി ഈ ഫിലിമിനെതിരെ പ്രതിഷേധിക്കാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം അറിയാൻ കഴിഞ്ഞത് നല്ല കാര്യം. പ്രിയമുള്ള SFIയുടെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള വിദ്യാർത്ഥി സംഘടനയാണ് SFI എന്നൊക്കെയാണ് പറയണത്. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു വിദ്യാർത്ഥി സംഘടന SFI. നിങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകളിലല്ല ഈ പൊറോട്ടയും ചൂട് പൊറോട്ടയും ബീഫും നൽകേണ്ടത്. സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ SFI ഫെബ്രുവരി 27-ാം തീയതി രാജ്യത്തെ ഏതൊക്കെ തിയേറ്ററുകളിൽ ഈ പടം റിലീസാവുന്നു, അതായത് ദ കേരള സ്റ്റോറി 2 രാജ്യത്ത് എവിടെയൊക്കെ റിലീസാവുന്നോ അവിടെയൊക്കെ പോയി ആ പടം കണ്ട് തിരിച്ചിറങ്ങി വരുന്നവർക്ക് ഒറ്റ ദിവസം മതി. ഫെബ്രുവരി 27-ാം തീയതി ഒരു ദിവസം മാത്രം. അതാണ് പ്രതിഷേധം. അങ്ങനെയായിരിക്കണം പ്രതിഷേധിക്കേണ്ടത്. കാരണം ആ ഒരു ദിവസം ഫെബ്രുവരി 27-ാം തീയതി ആ പടം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവർക്ക് റിലീസായെന്ന് തന്നെ എല്ലാവർക്കും ചൂട് പൊറാട്ടയും ബീഫും നൽകി നിങ്ങളുടെ പ്രതിഷേധം അറിയിക്കുക. അതാണ് വേണ്ടത്. അല്ലാതെ കേരളത്തിലെ ക്യാമ്പസുകളിലൊക്കെ നിങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിട്ടും അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പൊറാട്ടയും ബീഫും കൊടുത്തിട്ടൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. ഒക്കെ സോഷ്യൽ മീഡിയയിൽ കുറെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടും, അത്ര തന്നെ ഉള്ളൂ. പക്ഷെ പ്രതിഷേധിക്കുമ്പോൾ ഇങ്ങനെ പ്രതിഷേധിക്കണം. ഒറ്റ ദിവസം അന്ന് ഫെബ്രുവരി 27-ാം തീയതി അന്ന് ഈ പടം റിലീസായിട്ട് കണ്ടിറങ്ങണവർക്ക് ചുട് പൊറാട്ടയും ബീഫും കൊടുക്കുക. നമ്മളെ പ്രതിഷേധം, സ്റ്റുഡന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിഷേധം അങ്ങനെ അറിയിച്ചിരിക്കണം. നമ്മൾ ചില്ലറ വിദ്യാർത്ഥി സംഘടനയൊന്നുമല്ല. ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പ് ഉള്ള വിദ്യാർത്ഥി സംഘടനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ്. ഇന്ത്യയിലെ JNUവിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ ശക്തമായ സാന്നിധ്യമുള്ള ഒരു വിദ്യാർത്ഥി സംഘടനയാണ് SFI. അപ്പം നമ്മൾ നമ്മളുടെ പ്രതിഷേധം അറിയിക്കേണ്ടത് ഇങ്ങനെയാണ് അറിയിക്കേണ്ടത്. അല്ലാതെ കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് ചൂട് പൊറോട്ടയും ബീഫും കൊടുത്തിട്ടൊന്നും നമ്മളെ പ്രതിഷേധം അധികം അറിയാൻ പോണില്ല. ഇവിടെയുള്ള ചാനലുകളിൽ ചിലപ്പോൾ ചർച്ചയാവും. നമ്മളെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഓരോ വീഡിയോ ഇട്ടിട്ട് ചുടു പൊറോട്ടയുടെയും ബീഫിന്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് കുറെ ലൈക്കും കമന്റും ഒക്കെ കിട്ടും, അത്രേ ഉള്ളൂ. പക്ഷെ പ്രതിഷേധിക്കുമ്പോൾ ഇങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ടെങ്കിൽ 4 ആൾ അറിഞ്ഞിരിക്കും, രാജ്യം അറിഞ്ഞിരിക്കും. ഈ സംഘപരിവാർ ഫാസിസ്റ്റത്തിനെതിരെ SFIയുടെ ഈ പ്രതിഷേധം ലോകം മുഴുവൻ അറിഞ്ഞിരിക്കും ചിലപ്പോൾ. അപ്പൊ നമ്മൾ പ്രതിഷേധിക്കേണ്ടത് എങ്ങനെയാണ്? ഫെബ്രുവരി 27-ാം തീയതി ദ കേരള സ്റ്റോറി 2 റിലീസായിട്ട് അന്നാണ് റിലീസാവുന്നത്. അന്ന് ആ പടം കണ്ട് ഇറങ്ങുന്നവർക്ക് എല്ലാവർക്കും ചൂട് പൊറാട്ടയും ബീഫും നൽകി നമ്മളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രതിഷേധം അറിയിക്കണം. അതാണ് വേണ്ടത്. അങ്ങനെയാണ് വേണ്ടത്. അങ്ങനെ ആയിരിക്കണം പ്രതിഷേധം. അപ്പോഴല്ലേ എല്ലാവരും അറിയുള്ളൂ. കാരണം നമ്മൾ ചെറിയ സംഘടനയൊന്നുമല്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണ്, മെമ്പർഷിപ്പുള്ള വിദ്യാർത്ഥി സംഘടനയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ നമുക്ക് സാന്നിധ്യമുള്ള ഒരു വിദ്യാർത്ഥി സംഘടന. അപ്പം ഈ രീതിയിലാവണം നമുക്ക് പ്രതിഷേധം. കേരളത്തിലെ നമുക്ക് ഒഴിവാക്കാം, കേരളത്തിലെ ക്യാമ്പസുകളിൽ ഒഴിവാക്കാം. വിദ്യാർത്ഥികൾ എന്ത് പഠിച്ചു? കാരണം ഇത് കണ്ടുവരുന്നവർക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ എങ്ങനെയുണ്ട്? SFI നേതാക്കന്മാർ ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാണോ?